ഏഷ്യാനെറ്റ് ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബഹ്റൈനിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ബഹ്റൈൻ എയറിന്റെ സർവീസുകൾ കൂട്ടുന്നു. ഈ മാസം 13 മുതൽ 6 സർവീസുകളാകും. ബഹ്റൈനിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ബഹ്റൈൻ എയറിന്റെ സർവീസുകൾ ഈ മാസം 13 മുതൽ വർദ്ധിപ്പിക്കുന്നു. 6 സർവീസുകളാക്കിയാണ് എണ്ണം കൂട്ടുന്നത്. ജൂലൈ മുതൽ ദിവസേന സർവീസ് ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു. നേരിട്ടുള്ള ബഹ്റൈൻ തിരുവനന്തപുരം ഫ്ലൈറ്റ് സർവീസ് വർദ്ധിപ്പിക്കണം എന്ന പ്രവാസികളുടെ പരാതിക്ക് പരിഹാരമാകുന്നു. നിലവിൽ 4 സർവീസുള്ള ബഹ്റൈൻ എയർ ജൂൺ 13 മുതൽ ആഴ്ചയിൽ 6 സർവീസുകളായി വർദ്ധിപ്പിക്കുന്നു. ജൂലൈ മുതൽ ദിവസേന സർവീസ് നടത്തുമെന്ന് ബഹ്റൈൻ എയർ മാനേജിംഗ് ഡയറക്ടർ ക്യാപ്റ്റൻ ഇബ്രാഹിം അൽ ഹമർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. We have the traffic rights to operate to 7 flights per week. Right now we have started with 4. Because we should always allow for growth to be there. So when we started with the 4 flights, we wanted to check and see how the market reacts. But our operating permit allows us to operate up to 7. We're thinking that starting from July, we will go daily. ഇന്ത്യയിലേക്ക് കൂടുതൽ സർവീസുകൾ ആരംഭിക്കുമെന്നും ബഹ്റൈനിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പ്രത്യേകിച്ചും കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിലെ പ്രവാസികളിൽ നിന്നും മികച്ച പിന്തുണയാണ് ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബഹ്റൈനിൽ നിന്നും സേതുരാജ് കടയ്ക്കൽ, ഏഷ്യാനെറ്റ് ന്യൂസ്. ബഹ്റൈനിലെ സീറോ മലബാർ സൊസൈറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഏർപ്പെടുത്തിയ ആദ്യ പുരസ്കാരം പ്രഖ്യാപിച്ചു. ഫാദർ ഡോക്ടർ ഡേവിസ് ചിറമേലിനാണ് പുരസ്കാരം. അവാർഡ് കമ്മിറ്റി അംഗങ്ങളായ എബ്രഹാം ജോൺ, ഡോക്ടർ രാമചന്ദ്ര ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ജൂലൈ 5-ന് അവാർഡ് ദാനം ബഹ്റൈൻ കേരളീയ സമാജത്തിൽ വെച്ച് നടക്കും. ചടങ്ങിൽ മാസിക പ്രകാശനം, ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അവാർഡ് ദാനം, KG മാർക്കോസിന്റെ ഗാനമേള എന്നിവയും ഉണ്ടാകും. ബഹ്റൈനിലെ തൊഴിലില്ലായ്മ നിയന്ത്രിക്കാൻ സാധിച്ചതായി തൊഴിൽ മന്ത്രി ജമീൽ ബിൻ മുഹമ്മദ് അലി ഹുമൈദാൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം ആദ്യപാദത്തിൽ തൊഴിലില്ലായ്മ 4%. ഈ വർഷം ഇത് 3.8% കുറയ്ക്കാൻ കഴിഞ്ഞത് നേട്ടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബഹ്റൈനിലെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനയായ ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ നേതൃത്വം നൽകുന്ന സ്നേഹം എന്ന സംഘടനയുടെ രജത ജൂബിലി നാളെ നടക്കും. വൈകിട്ട് 7 മണിക്ക് ഇന്റർ കോണ്ടിനെന്റൽ റീജൻസിയിലാണ് ആഘോഷങ്ങളുടെ തുടക്കം. ആരോഗ്യമന്ത്രി സാദിഖ് ബിൻ അബ്ദുൽ കരീം ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും.